പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന ഈശോയെ, ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ
നിന്നെ സ്പർശിക്കട്ടെ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം, വിശ്വാസം തണുത്തുപോയവരുണ്ടാകും. അവരുടെ മേലെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ. ചില വീടുകൾ ഭവനരഹിതരുണ്ടാകും, ഭവനത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ടാകും. ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി, ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ചില വ്യക്തികളെ കൊണ്ട് നീ വേദനിക്കുന്നുണ്ടാകും. അവരെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവെ, എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്ന് നീ വഴി കാണിക്കണം കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് വേറെയാണ്. സാത്താൻ്റെ വേറെ രണ്ടാമത്തെ പ്രലോഭനം എന്താ? സാത്താൻ്റെ അത് സ്റ്റാറ്റസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പറ. ലൂക്കായുടെ സുവിശേഷം 4:5 പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. നേരത്തെ അവന്റെ സ്റ്റാറ്റസ് ക്വസ്റ്റ്യൻ ചെയ്ത പിശാച് ഇപ്പോൾ അവന് പുതിയ സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. അത് സ്റ്റാറ്റസാണ്, പുതിയ സ്റ്റാറ്റസ്. എന്താ പറയണത്? ഈ കണ്ടിരിക്കുന്ന ഉയർന്ന സ്ഥലം, ഉന്നത സ്ഥാനം, ഈ ഉന്നത സ്ഥാനം നിനക്ക് തരാം. നിന്റെ സ്റ്റാറ്റസ് ഞാൻ അപ്ലിഫ്റ്റ് ചെയ്യാം. എന്താണ്? എന്ത് ചെയ്യണം? നീ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നിന്റെ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്യണം. എന്ത് ചെയ്യണം? നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു. ഇത് അന്തർസംഘർഷമാണ് ഈശോയുടെ ഉള്ളിൽ പോണ കാര്യം. ഈ സ്റ്റാറ്റസിനെ കുറിച്ച് തന്നെയാണ് 4:9 അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. യേശുക്രിസ്തുവിന്റെ അപ്പൊ ദൈവപുത്രനായതുകൊണ്ട് പിശാചിന് മുമ്പിൽ കുമ്പിടത്തില്ലല്ലോ. അപ്പൊ ഈശോ അത് അസർട്ടൈൻ ചെയ്യും, താൻ ദൈവപുത്രനാണെന്നുള്ളത് ആ സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഉടനെ എന്താ ചെയ്യണത്? പിന്നെ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ്? എന്താ നിന്റെ സ്റ്റാറ്റസ്? ദൈവപുത്രൻ. അപ്പം എന്നിട്ട് എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അതായത് ഓരോരോ പ്രലോഭനത്തിൻ്റെ സമയങ്ങളിൽ വന്നിട്ട് എല്ലാം നിങ്ങൾ നോക്കണം. അതായത് എനിക്ക് ദൈവമായിട്ട് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്താണെന്ന് അറിയാം. ദൈവമായിട്ട് നമ്മൾക്ക് എൻഗ്രേസ്ഡ് ആകാൻ വേണ്ടി, കൃപയെ ധരിക്കാൻ വേണ്ടി നമ്മളൊരു പരമ്പരാഗതമായ ഒത്തിരി മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഉപവാസം, ഓക്കെ ഗുഡ്. പ്രാർത്ഥന, ഓക്കെ ഗുഡ്. അതുപോലെ തന്നെ ദാനധർമ്മം, ഓക്കെ ഗുഡ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വിശ്വാസ കൈമാറ്റം, ഓക്കെ ഗുഡ്. പക്ഷേ വിശ്വാസ കൈമാറ്റത്തിനും ദാനധർമ്മത്തിനും മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദാനധർമ്മത്തിനുള്ളതും വിശ്വാസ കൈമാറ്റത്തിനുള്ളതുമായിട്ടുള്ള ആ കൃപ കണ്ടെയ്ൻ ചെയ്യാൻ നമ്മളെ തന്നെ കൃപയുടെ വാഹകരാക്കുന്നതാണ് ഈ സ്റ്റാറ്റസ് ലോയും കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആദ്യമായി തന്നെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ കൃപ ലഭിച്ചതിനായി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 31 ഞാൻ ആദ്യമൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അത് ഉഴപ്പിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഓപ്പറേഷൻ വരുന്നത്. ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നേർന്നായിരുന്നു, എനിക്ക് ഈ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടത്തി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന്. എപ്പോഴും എനിക്ക് ഓപ്പറേഷൻ, എനിക്കാണെങ്കിൽ ഒരു മുട്ടുസൂചി കുത്താൻ പോലും നല്ല പേടിയുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോരം പേടിച്ചു കാണും. പക്ഷെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് വേദനകളൊന്നും തരല്ലേ എന്നായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് വേദനകൾ സഹിക്കുവാനുള്ള സഹനശക്തി നൽകണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ ഓപ്പറേഷനെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴായിരുന്നു വേറൊരു പ്രശ്നം. എനിക്ക് വന്നത് എൻഡോമെട്രിക് സിസ്റ്റ് ആയിരുന്നു. എൻഡോമെട്രിക് സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്ന ടൈപ്പാണ്. ആ സിസ്റ്റ് വരാനുള്ള കാരണം പീരീഡ്സ് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അതായത് പീരീഡ്സ് വരുമ്പം മുഴുവൻ ബ്ലഡും പോകാതെ കുറച്ച് ബ്ലഡ് അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും. ആ ഇരിക്കുന്ന ബ്ലഡ് ഓരോ മാസം അങ്ങനെ വന്ന് അങ്ങനെ പറ്റി പിടിച്ചിരുന്ന് അതൊരു കട്ട പോലായി അതൊരു സിസ്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇനിയും എനിക്ക് ഇത് സിസ്റ്റ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും പീരീഡ്സ് നിൽക്കണമെങ്കിൽ തന്നെ അറിയാം, കുറേ 45-50 വയസ്സ് കഴിഞ്ഞവർക്ക് നിൽക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്രയും കാലവും ഇങ്ങനെ സിസ്റ്റ് വന്നുകൊണ്ടിരുന്നാൽ എനിക്ക് പിന്നെയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതും എനിക്ക് ബ്ലഡിൽ HBsAg എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. അതെനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും എനിക്ക് ഓപ്പൺ സർജറി മാത്രമേ പറ്റത്തുള്ളൂ, കീ ഹോള് പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പീരീഡ്സ് ചെയ്യുന്നത് യൂട്രസ് ഉള്ളതുകൊണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മോള് പഠിത്തമെല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക. എത്രയും പെട്ടെന്ന്, അതായത് 1.5-2 വർഷം അതിനപ്പുറം പോവരുത്. അതിനുള്ളിൽ തന്നെ കല്യാണം കഴിയണം, ഒരു ബേബി ആവണം, എന്നിട്ട് യൂട്രസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചേറെ കാലം, ഒരു 6 മാസക്കാലത്തോളം ഞാൻ പീരീഡ്സ് നിർത്താനുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരുന്നു. ആ ടാബ്ലറ്റ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ആ ടാബ്ലറ്റും അതും 1 മാസം ഇഞ്ചക്ഷൻ, പിന്നെ 5 മാസം ടാബ്ലറ്റ്, പിന്നെ 1 മാസം പീരീഡ് വരുന്നു, വീണ്ടും അതേപോലെ ഇഞ്ചക്ഷൻ, 5 മാസം ടാബ്ലറ്റ്, അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ 6 മാസം അങ്ങനെ പോയി. പിന്നെ 1 മാസം പീരീഡ്സ് വരുത്തി. പിന്നെ അടുത്ത വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരിയും വിഷമിച്ച് കരഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഈ രൂപത്തെ നോക്കി നിന്ന് ഞാൻ ഇവിടെ നിന്ന് കൊന്ത ചൊല്ലിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ പീരീഡ്സ് വന്നോട്ടെ എന്ന് ഡോക്ടർ പറയണം. എനിക്ക് പിന്നെ അതുപോലെ മരുന്ന് നിർത്തിക്കൊള്ളാനും പറയണം. ഇനി എനിക്ക് ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടിയും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കറക്റ്റ് ഞാൻ എന്താണ് 3 കാര്യം ഞാൻ പറഞ്ഞു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം അതേ കാര്യം തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത്, ഞാൻ സ്കാനിങ്ങിന് പോയപ്പോഴെല്ലാം ഞാൻ കാശ് രൂപം വെച്ചുകൊണ്ടായിരുന്നു. മാതാവിൻ്റെ കാശ് രൂപം ഞാൻ മുറുകെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഓരോ വട്ടം. അതും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ആ സ്കാൻ ചെയ്യുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ ഡോക്ടർ, അദ്ദേഹം ആണെങ്കിൽ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ സ്മോൾ സിസ്റ്റ് ഇങ്ങനെ ഒന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന്, മാതാവേ ഞാൻ പ്രാർത്ഥിച്ചതാണ് ഇന്നലെ, എന്നിട്ട് എനിക്ക് ഇനിയും തരല്ലേ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല അത് സിസ്റ്റ് അല്ല, അത് വേറെ എന്താണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല, സിസ്റ്റ് ഇല്ല, പീരീഡ്സ് അതുകൊണ്ട് വന്നോട്ടെ, മരുന്ന് നിർത്താം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ 3 കാര്യം പറഞ്ഞു, ആ കറക്റ്റ് 3 കാര്യം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. എനിക്കിപ്പം പീരീഡ്സ് എല്ലാ മാസവും വരുന്നുണ്ട്, എനിക്കിപ്പോൾ സിസ്റ്റ് ഇല്ല. ഞാൻ അതുപോലെ മരുന്നും എൻ്റെ സ്റ്റോപ്പ് ചെയ്ത്, എനിക്കിനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്തും തിരുക്കുമാരൻ്റെ അടുത്തും കോടാനുകൂടി നന്ദി പറയുന്നുണ്ട്. ഉടമ്പടി തൈലവും ഞാൻ അതേപോലെ എൻ്റെ വയറ്റത്തും എല്ലാം ഞാനിത് കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു.
പിന്നെ അതുപോലെ എനിക്ക് BCom ഡിഗ്രി അത് ഫസ്റ്റ് സെമ്മിൽ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു എക്കണോമിക്സ്. അതും ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ അമ്മ മാതാവ് അതും എന്നെ പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കൂടെ വയ്യാതാവുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രഷർ ഷുഗറൊക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം ഞാൻ അമ്മച്ചിയുടെ നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി അങ്ങനെ വയ്യാതൊന്നും വരല്ലേ കർത്താവേ മാതാവേ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അമ്മച്ചി കുറേ നാളായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല എനർജറ്റിക്കായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് അമ്മച്ചി. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് ആത്മീയതയ്ക്ക് വരാനും സാധിച്ചു. ഞാൻ കൊന്ത എത്തിക്കാൻ നല്ല മടിയുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ മമ്മ കാത്തലിക്കാണ്, മമ്മ കൊന്ത എത്തിക്കും. ഇപ്പം എൻ്റെ മമ്മ മരിച്ചുപോയി. മമ്മ ഉള്ള സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു മോനെ കൊന്ത എത്തിക്കണം. അപ്പം ഞാൻ ഒരു ഓർത്തഡോക്സുകാരി ആയതുകൊണ്ട് ഓർത്തഡോക്സുകാർക്ക് കൊന്തയില്ല. ഇപ്പം ഞാൻ എനിക്ക് എത്തിക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പം അതിന് ഞാൻ ആ ഒരു റീസൺ എന്തോ ചെയ്തു ഞാനങ്ങ് കണ്ടെത്തുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഇപ്പം ഞാൻ കൊന്ത എത്തിക്കും. അതേപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെല്ലാം ഞാൻ പാലിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ബൈബിളെല്ലാം ഡെയിലി അരമണിക്കൂർ വായിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് പത്രം ആദ്യമായിട്ട് ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു മനസ്സിൽ. കാരണം ചിലവർ നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ അങ്ങ് വാങ്ങിക്കും, ചിലവർ നമ്മൾ എന്നെയും വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പം. അങ്ങനെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, ദൈവമേ അവർ കൊടുക്കുമ്പോൾ എന്തോ വിചാരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്ന പത്രം കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ വരുമ്പം എത്ര കെട്ട പത്രം വാങ്ങിക്കുന്നതെന്നുള്ളതിന് എനിക്ക് തന്നെ കണക്കില്ല. കാരണം അന്ന് അത്രയും മടിയായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കുക. ഇപ്പം ഞാൻ വയ്ക്കും വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ, ഇല്ലാത്തവർ വേണ്ട എന്നാലും അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ കൊടുക്കുന്ന 3/4 പേരും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, ചിലവരെങ്ങാണേ ഉള്ളൂ വാങ്ങിക്കാത്തതായിട്ടുള്ളത്. എന്നാലും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കാൻ. ഇപ്പം ഇവിടെ നിൽക്കുന്ന പോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം പേടിച്ചാണ്. കാരണം ഞാനിങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുന്നിലൊന്നും വന്നിങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം തന്നെ വിറച്ച് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും യേശു മാതാവും ആയിരിക്കണം എന്നിലൂടെ പറയുന്നത്. കാരണം എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടണം, ഒന്നും മറന്നു പോകാതെല്ലാം എനിക്ക് ഓർമ്മിപ്പിച്ച് തരണം എന്നെല്ലാം പ്രാർത്ഥിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എനിക്ക് അത്രയും ഇതായിട്ടില്ല. കാരണം എനിക്ക് ചെയ്യാൻ ആഗ്രഹം നല്ലപോലുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടാണേലും ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, ജോലി ആയിട്ടില്ല. പിന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും അത്ര ഇതല്ല. എന്നാലും എനിക്ക് അല്ലാതെയും പറ്റുന്ന രീതിക്ക് എന്നാലും വീട്ടിൽ വരുന്നവരെയൊക്കെ എന്നാലാവുന്ന ചെറിയ തുക വെച്ച് കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ വിശന്നിരിക്കുന്നവർക്കൊക്കെ വഴിയരികിലിരിക്കുന്നവർക്കൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തികം അല്ലാത്ത രീതിക്കുള്ള സഹായങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇനിയും ഈ ഉടമ്പടിയിൽ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇവിടെ സ്വഭാവത്തിൽ ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരത്തെ ദേഷ്യം വന്ന സാധനങ്ങൾ വലിച്ചെറിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കയ്യിൽ എന്ത് കിട്ടുമോ അതിനടുത്ത് ഒറ്റ ഏറ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ദേഷ്യം അത്യാവശ്യം നല്ലപോലെ കൺട്രോൾ ആയിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പിന്നെ ഈ സാക്ഷ്യം വരെ ഇത്രയും ലേറ്റ് ആയതിന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. മത്തായി 9:22 യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. ബ്ലസ്സി മറിയം വർഗീസ് എന്ന ഈ മകൾ എത്ര ലളിതമായി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചു. മകൾ പറഞ്ഞു, ഏറ്റവും ക്ലേശമുള്ള ഒരു രോഗ അവസ്ഥയിലൂടെ മകളെ കടന്നുപോയത്, പഠനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന സാധ്യത എത്തിയത്, യൂട്രസ് ചെറിയ പ്രായത്തിൽ തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കൂടുതലത് എൻഡേഞ്ചർ ആകും എന്ന സാഹചര്യത്തിലേക്ക് മകൾ എത്തിച്ചേർന്നത്, ആദ്യം ചെയ്ത ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റും ഒന്നും മകൾക്ക് ഫലമണിയാതെ വീണ്ടും ആ രോഗാവസ്ഥ തുടർന്ന് ബ്ലീഡിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ സിസ്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെയും രോഗാവസ്ഥ തുടരുന്നതിൻ്റെ ക്ലേശങ്ങളൊക്കെ മകൾ പറഞ്ഞു. പിന്നീട് ദീർഘനാൾ മരുന്ന് കഴിച്ച് ഇടയ്ക്ക് നിർത്തി പിന്നീട് കഴിച്ച് വല്ലാതെ മകളുടെ ശാരീരികമായ പ്രകൃതത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ചികിത്സയും അതിൻ്റെ മരുന്നുകളും ഒക്കെ പോയതിൻ്റെ ക്ലേശകാലത്തെയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത്. അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുമ്പോൾ മകൾക്കുള്ള ആ നിഷ്കളങ്കതയിൽ തന്നെയാണ് മാതാവിനോട് പറയുന്നത്, മാതാവേ 3 കാര്യം മാത്രമേ അമ്മയോട് ചോദിക്കാനുള്ളൂ.
അമ്മ അതെനിക്ക് സഹായിച്ചു തരണം. ഉടമ്പടി എടുത്ത ദിവസം തന്നെയാണ് മകളത് ചോദിച്ചിട്ട് പോകുന്നത്. ഒന്ന്, എനിക്കിനി സിസ്റ്റ് ഉണ്ടാവരുത്, സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് ഉണ്ടാവരുത്. 2, എനിക്ക് പീരീഡ്സൊക്കെ നോർമലായി വരുന്നതാവണം. 3, എനിക്കിനി മരുന്ന് കഴിക്കേണ്ട അവസരമൊന്നും ഉണ്ടാവരുത്. ഇതാണ് മാതാവിനോട് ചോദിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, അടുത്ത ദിവസം സ്കാനിങ്ങിന് പോകുമ്പോൾ ഉടമ്പടി കാശുരൂപം കയ്യിൽ ചേർത്ത് പിടിച്ച് ഉടമ്പടി തൈലം ഉദരത്തിൽ പൂശിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണം കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ആ സ്കാനിങ്ങിന് വേണ്ടി റൂമിലേക്ക് കയറുന്നത്. അവിടെ ഈ മകൾ എത്ര കണ്ട് മാതാവിൽ ശരണപ്പെടുന്നു എന്നതിന് വാക്കിലൂടെ അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് തുടങ്ങുമ്പോൾ ആ റേഡിയോളജിസ്റ്റ് പരിശോധിക്കുമ്പോൾ പറയുന്നുണ്ട്, എ സ്മോൾ ടൈനി സിസ്റ്റ് എന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതുവാൻ വേണ്ടി ഇങ്ങനെ മർമർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വീണ്ടും എടുത്തു പറയുന്നത്, മാതാവേ, ചോദിച്ചത് ഇതൊന്നും ഉണ്ടാകരുതെന്നാണ്. അതാണ് അവളുടെ ഒരു നിഷ്കളങ്കത. മാതാവിനോട് ചോദിക്കാനൊരു മടിയില്ല. മാതാവിനോട് ചോദിച്ചാൽ തരുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. താനിപ്പോൾ പരിശോധനയുടെ അവസാന നിമിഷങ്ങളിൽ അവരെ കണ്ടെത്താൻ വേണ്ടി കിടക്കുമ്പോഴും അവിടെ കാണുന്നത് നെഗറ്റീവാണെങ്കിൽ കൂടിയും ഞാൻ വീണ്ടും അത് അമ്മയോട് ചോദിച്ച് എനിക്കത് ഒന്നുമില്ലാത്ത സൗഖ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുവരുമെന്ന മകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ല, സിസ്റ്റില്ല, പീരീഡ്സിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇനി മരുന്നൊന്നും കഴിക്കണ്ട എന്ന് മകൾ ചോദിച്ച 3 കാര്യവും അനുവദിച്ചു കൊടുത്താണ് ആ റിപ്പോർട്ട് പൂർത്തീകരിക്കുന്നത്. മകനോട് ഉടമ്പടിക്ക് ലഭിച്ച അമ്മ മാതാവിൻ്റെ അടയാളം, കൈയടയാളം അതാണ്. ഞാൻ നിന്നെ കാണുന്നു, ഞാൻ നിന്നെ കേൾക്കുന്നു, ഞാൻ നിൻ്റെ ഭാരം ഏറ്റെടുക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്നു. അതാണ് അമ്മ മകൾക്ക് കൈമാറിയ സന്ദേശം. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു എക്കണോമിക്സ്, അത് എഴുതാൻ പോകുമ്പോൾ അത് ഏറെ പ്രയാസമുള്ള വിഷയമാണെന്നറിയാം, എങ്കിലും അത് വിജയിച്ച് കയറുവാൻ അമ്മ മാതാവിനെ സഹായിച്ചു. ഇനി എന്താണ് അവൾക്ക് വന്ന മാറ്റം? അവൾ ആദ്യം പേടിയോടുകൂടി ഒരു കെട്ട് പത്രം, കൃപാസനം പത്രം കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുവാൻ തന്നെ വിറച്ചു നിന്നു. അവൾ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ എത്ര കെട്ട് പത്രം വാങ്ങുന്നുവെന്നറിയില്ല, ഓടി നടന്ന് ഞാൻ കൊടുക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അമ്മ മാതാവിനെക്കുറിച്ച് പറയുവാനുമാണെന്ന്. അതാണ് തീഷ്ണത എന്ന് പറയുന്നത്. വളരും തോറും നമുക്ക് അമ്മയിൽ ശരണപ്പെടുവാനുള്ള സന്തോഷമുണ്ടാവുക. ഉടമ്പടിയിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൽ അമ്മയിലൂടെ ഈശോയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ എന്നും ഉയർത്തിപ്പറയുവാൻ നമ്മൾ തന്നെ സന്നദ്ധരായി മാറുക. അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കുന്നതിൻ്റെ സന്തോഷമാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത്. മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിനും പഠന വിജയത്തിനും ജീവിത ബോധ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ഈ ആൾത്താരമിൽ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ, ഇതെൻ്റെ മക്കളാണ് അബിൻ, അമൽ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മങ്ങാട് സെൻറ്റ് ജോർജ് ഇടവാംഗമാണ്. ഞാനിവിടെ ആദ്യമായി വന്നത് 2023 മെയ് 22-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ അമലെന്ന ഇവനെ, ചെറിയ മകനെ, വളരെ 6 മാസം മുതൽ തന്നെ അവന് അലർജി മൂലം വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 12 വർഷമായി അലർജി രോഗം മൂലം ബുദ്ധിമുട്ടണു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഒരുപാട് മരുന്നുകൾ, അലർജിയുടെ മരുന്നുകളായാലും അങ്ങനെ ഒരുപാട് മരുന്നുകൾ അവൻ ഇത്രയും വർഷത്തിനുള്ളിൽ അവൻ കഴിച്ചുകൊണ്ടിരുന്നു. ഈ അലർജി കാരണം ശ്വാസം മുട്ടലും കഫക്കെട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് തീരെ ശ്വാസം കിട്ടാൻ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഒരുപാട് സ്കൂളുകളിലേക്ക് പോകാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. ഒരുവിധം വലുതാവുന്ന വരെ അവനെ തോളിൽ ഞങ്ങൾ ഇട്ടിട്ട് ഭിത്തിയിൽ ചാരി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങാനൊക്കെ ചെയ്യുക. അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവന്. അത് ഇൻഹൈലർ വരെ ഉപയോഗിച്ച് തുടങ്ങി. അവസാനം അത് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. നിയോഗം വെച്ചു. ആദ്യത്തെ പുതുക്കൽ ആവുമ്പോഴേക്കും പിന്നീട് അവനെ അങ്ങനത്തെ ഒരു അസുഖം അവനെ ഇന്നത്തെ വരെ ഉണ്ടായിട്ടില്ല. സാധാരണ പനി, ജലദോഷം വരുന്നുണ്ടെങ്കിലും അതിനു മുന്നേ വന്നിരുന്ന അലർജി മൂലം വന്നിരുന്ന ആ ശ്വാസം മുട്ടലും ആ കഫക്കെട്ടും അവന് പിന്നെ ഇന്നത്തെ വരെ അവന് ഉണ്ടായിട്ടില്ല.
അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനെ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിൽ കുറച്ച് പിന്നാക്കമായിരുന്നു. പഠിക്കും പക്ഷേ എങ്കിലും അവൻ നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കില്ല. വായിക്കുന്നതൊന്നും വളരെ ശ്രദ്ധയില്ലാണ്ടാണ് അവൻ വായിക്കുക. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷയായി. ഹാഫ് ഇയർലി കഴിഞ്ഞു, ക്വാർട്ടർലി കഴിഞ്ഞു. ഹാഫ് ഇയർലിയിൽ ഓരോ സബ്ജക്റ്റ് പോവും. അതുപോലെ മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാമിലും ഓരോ സബ്ജക്റ്റ് 2 സബ്ജക്റ്റൊക്കെ അവൻ ഫെയിലായി. അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൻ 10ാം ക്ലാസ്സിൽ 81% മാർക്കോടുകൂടി പാസ്സാവുകയും +1 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് അവസരം കിട്ടുകയും ചെയ്തു. പിന്നെ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊണ്ടുപോയി, പത്രം ഇവിടുന്ന് വാങ്ങിച്ച് എല്ലാ ഇവിടെ വീടുകളിലും, ഹിന്ദുസിൻ്റെ വീടുകളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞാൻ കൈകളിൽ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അവിടെ വെച്ചിട്ടൊന്നും പോവില്ല, കൈകളിലെടുത്ത് ഓരോരുത്തർക്കും പറഞ്ഞ് കൊടുക്കും. അതുപോലെ തന്നെ വീടുകളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, ആ സാക്ഷ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഞാൻ പത്രം കൊടുക്കാറ്. അതുപോലെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ വീടുകളിൽ അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ചോദിക്കും, എന്നാണ് ഇനി കൃപാസനത്തിലേക്ക് പോകണം, എനിക്കും വരാനാണ് എന്ന് പറയാറുണ്ട് പലരും. അങ്ങനെ ഒരു 11 പേരോളം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായിട്ട്. 8 പേരോളം അവർ ഉടമ്പടി എടുത്തു. ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക ചെയ്യുക, പത്രം കൊടുക്കാൻ പോകുമ്പോൾ എന്നാണ് പോവുക, ഞങ്ങൾക്കും കൂടി വരാനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് സംസാരിക്കാനും ആരെനെ കണ്ടാലും മാതാവിനെ പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വേസ്റ്റ് ആക്കാറില്ല. മാതാവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാം ഞാൻ മാതാവിനെ കുറിച്ച് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ മാസം വന്നിട്ട് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്താണ് ഒരു ചേച്ചി എന്നോട് ഈ കൃപാസനം പത്രത്തിൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ബസ്സിൽ പോകുമ്പോൾ പിടിക്കാനായിട്ട് ഞാൻ ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു എന്നോട് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ കൃപാസനം ആലപ്പുഴയിലൊരു മാതാവുണ്ട്, അവിടെ പോയിട്ട് വരികയാണ്, അവിടുത്തെ പത്രമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പത്രം വാങ്ങിച്ചില്ല, എങ്കിലും അവർ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട്, മാതാവിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്, കാണാറുണ്ട്. അതുമാതിരി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ ഉടമ്പടി എടുത്തത് മുതലേ ഇന്നലെ വരെയുള്ള അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. അതുപോലെ സാക്ഷ്യങ്ങൾ കണ്ട സ്റ്റാറ്റസ് ഇടും, ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതുപോലെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും. മക്കളായാലും അതുപോലെ തന്നെയാണ്, അവർ ഡെയിലി ബ്രെഡ് 5:30 അവർ കാണും. അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ കാണുന്ന സമയത്ത് അവർക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പ്രാർത്ഥനയും കാര്യങ്ങളും കൂടുതൽ ആഴപ്പെടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കുമ്പസാരം ആദ്യം വീട്ടിലൊക്കെ ആണ്ടിലൊരിക്കൽ അങ്ങനെയുള്ള ഒരു കുമ്പസാരമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം എല്ലാ മാസത്തിലും എല്ലാവരും കുമ്പസാരിക്കുകയും പ്രാർത്ഥനയായാലും അതുപോലെ എല്ലാ മാസത്തിലും പള്ളിയിലുണ്ടാവുന്ന ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ പങ്കുചേരാനും പോയി പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും കൃപയൊക്കെ ദൈവം മാതാവ് ഈശോയിലൂടെ ഒരുപാട് എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പറഞ്ഞവരെ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ വ്യക്തിപരമായി 1 മണിക്കൂർ നേരമെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കും സന്ധ്യാസമയങ്ങളിൽ. അതുപോലെ തന്നെ ബൈബിൾ വായനയാണെങ്കിലും അരമണിക്കൂറൊന്നുമല്ല, അരമണിക്കൂറിലും കൂടുതൽ ഞാൻ വായിക്കാറുണ്ട്. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ ചരിത്രം വായിക്കണ മാതിരി നമ്മൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അത് ആദ്യം സ്വർഗസ്ഥനായി വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് വേണം നമ്മൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ മൗനമായിരുന്ന് വേണം ബൈബിൾ വായിക്കാനെന്ന് അച്ഛൻ ഇതിൽ പറയുകയുണ്ടായി. അപ്പം ഞാനതുമാതിരി അങ്ങനെ വായിക്കാനായിട്ട് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബൈബിളിലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഈശോ സംസാരിക്കണ മാതിരി എനിക്ക് അനുഭവപ്പെടാറുണ്ട്.
പിന്നെ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ അമ്പലപുരം അവിടെ ഒരു പീസ് ഹോം എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. അവിടെ പോയിട്ട് അവിടെ അങ്ങനെ വയ്യാത്ത ആൾക്കാരാണ്, കാലുകൊണ്ടും ഒക്കെ നടക്കാൻ പറ്റാത്ത, അവരും പരസഹായം ഇല്ലാണ്ട് ഒന്നിനും പറ്റാത്തവരാണ്. അപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പല സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ചോദിച്ചു വരും. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. ഈശോയ്ക്ക് പ്രത്തോറിയത്തിൽ വെച്ച് അനുഭവപ്പെട്ട ഒരു വലിയ മുറിവുകളും ഗാഗുൽത്തായിൽ അവിടുന്ന് ഏറ്റെടുത്ത വലിയ കുരിശുമരണവും ഗെത്സെമനിയിൽ അവിടുന്ന് നമുക്കായി രക്തം ഉയർത്ത അനുഭവങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ സൗഖ്യത്തിന് നിദാനമായിട്ടുള്ളത്. നമുക്ക് മുൻപേ അവിടുന്ന് പോയി നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം മുൻകൈയെടുത്ത് ജാമ്യമെടുത്ത് നമ്മെ സൗഖ്യപ്പെടുത്തുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ ദൈവം നമുക്കുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നതാണ് കുരിശിനടിയിൽ വെച്ച് പരിശുദ്ധ അമ്മയെ ഈശോ നമുക്ക് നൽകുന്നത്. മകനെ, ഇതാ നിൻ്റെ അമ്മ എന്ന് പരിശുദ്ധ അമ്മയോട് യോഹന്നാനോട് ഈശോ കുരിശിൽ കടന്നുകൊണ്ട് അരുളി ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഒരുപാട് രക്ഷയും ഒരുപാട് സൗഖ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യവും ഈശോ അവിടെ വെച്ച് തന്നെ കുരിശിൽ വെച്ച് തന്നെ നമുക്ക് സാധ്യമാക്കി എന്നാണ് ഓരോ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നത്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. 12 വയസ്സ് കുഞ്ഞ് ജനിച്ച് രണ്ടാമത്തെ മകൻ ജനിച്ച് 6 മാസത്തിന് ശേഷം അവനൊരു വലിയ അലർജി തുടങ്ങി. അവന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായി. അവനെപ്പോഴും പരിചരിക്കേണ്ട ഒരു വലിയ അവസ്ഥയായി. വലിയ കുട്ടിയായിട്ട് പോലും അവനെ എപ്പോഴും ഒക്യുപ്പൈ ചെയ്യേണ്ട ഒരവസ്ഥ. സ്കൂളിൽ പോകുവാനോ വീട്ടിലോ ആഘോഷങ്ങളിലോ എല്ലാം തന്നെ ഈ കുഞ്ഞിൻ്റെ ഈ ഒരു അസ്വസ്ഥത, അവൻ്റെ അലർജി അവർക്ക് ഒരു വലിയ അവനും കുടുംബത്തിലുള്ളവർക്കും ആശങ്കയായിരുന്നു. നിഷ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 1-ാമത്തെ പുതുക്കലിൽ തന്നെ 90 ദിവസത്തിന് ശേഷം ഈ മകനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു വലിയ പ്രയോഗത്തിൽ ഈ മകനെ പൂർണ്ണ സൗഖ്യം നൽകിയെന്ന് ഈശോയ്ക്ക് വേണ്ടി നന്ദി പറയുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ മകൾ ചെയ്യുന്നത് ഈശോ പ്രാപിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നിദാനമായി ഉത്തരമായി ഞാൻ 1 മണിക്കൂറിലധികം ഈശോയോട് കൂടെയിരിക്കും, ഈശോയോട് സംസാരിക്കും. ഞാൻ വചനം വായിക്കുമ്പോൾ ഈശോ എന്നോട് സംസാരിക്കുന്നു എന്നാണ് ഈ മകൾ ഏറ്റുപറയുന്നത്. ഒരു വലിയ ജീവിതാനുഭവമാണത്. എനിക്ക് വചനം വായിക്കുമ്പോൾ ഈശോ ഒരുപാട് മക്കളോട് സംസാരിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപും കുഞ്ഞുങ്ങളോടും രോഗികളോടും ഫരിസേയരോടും പ്രധാന പുരോഹിതന്മാരോടുമെല്ലാം പല ഘട്ടങ്ങളിലായി ഈശോ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം എന്നോട് തന്നെ സംസാരിക്കുന്നു എന്ന് എനിക്ക് അനുഭവപ്പെടണമെങ്കിൽ എനിക്ക് ഈശോയുമായുള്ള അത്രമാത്രം അഗാധമായ ബന്ധം, ഒരു ആത്മീയ ബന്ധത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിന് കാരണം. അതുപോലെ തന്നെ ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല എന്ന് ഗെത്സെമനിയിൽ നമ്മോട് ചോദിക്കുന്നുണ്ട്. നീ ആരാണെന്നാണ് ഞാൻ പറയുന്നത്? ഇതിനെല്ലാം ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുമ്പോഴാണ്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ ആ ഒരൊറ്റ വരി പ്രാർത്ഥന മാത്രം ചൊല്ലിയാൽ മതി, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന്. പരിശുദ്ധ അമ്മ ഇവിടെ ദുരന്തമുണ്ടാകാൻ പോകുന്നുവെന്ന് അറിയിച്ചപ്പോൾ തന്നെ നമുക്ക് സൗഖ്യവും സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രേ കളറിൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട്, ഈ എല്ലാ അന്ത്യത്തിൻ്റെയും ഉത്തരം ഞാൻ നൽകുന്നു. നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ മകന് സാധിക്കും. എന്നോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഇന്ന് നിഷ തലമുറകൾക്ക് വേണ്ടിയാണ് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ മക്കൾ രക്ഷപ്പെട്ടാൽ എൻ്റെ കുടുംബവും വരും തലമുറയും ഈ ഉടമ്പടിയിലായിരിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ, ഒരു വലിയ വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് നിഷയും കുടുംബവും മക്കളും ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ കുടുംബത്തെയെല്ലാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും
നമ്മുടെ അസുഖങ്ങളെയും കുടുംബത്തിലുള്ള എല്ലാ ആശങ്കകളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. കാനായിലെ വിവാഹ വിരുന്നിലെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും, എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി പരിശുദ്ധാത്മാവിനെ നമ്മിൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.